ഇത് സിൽവർ ബീറ്റ് എന്ന് പറയുന്ന ഒരു ലീഫി വെജിയാണ്, വെജിറ്റബിളാണ്. ഇതിപ്പോൾ നമ്മുടെ ഗാർഡനിലുണ്ടാവുന്നതാണ്. അപ്പോൾ ഇത് ഇന്നത്തെ ഗൈസ് കിച്ചണിൽ ഇതിൻ്റെ എങ്ങനെ തോരൻ വയ്ക്കാം. തോരൻ നമ്മുടെ നാടൻ സ്റ്റൈല്, കേരള സ്റ്റൈല് തന്നെയാണ്. പക്ഷേ സാധനം ഓസിയാണ്. പ്രത്യേകിച്ചും തണുപ്പ് രാജ്യങ്ങളിൽ കാണുന്ന ഒരു സാധനമാണ് സിൽവർ ബീറ്റ്. ഇതിപ്പം ഞങ്ങളുടെ ബാക്ക് യാർഡിൽ കുറേ പിടിച്ച് നിൽക്കുന്നു. അതിന് ഇവിടെ തന്നെ വളർന്നു വരുന്നതാണ്. ഇതെങ്ങനെ തോരൻ വയ്ക്കാം എന്ന് നമുക്കിന്ന് കാണാം. സിൽവർ ബീറ്റ് കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്ത് അത് ഇത്തിരി വിനീഗറും ഉപ്പും കൂടെ ഇട്ട് കഴുകണം. കാരണം നമ്മൾ പുറത്തുനിന്ന് കട്ട് ചെയ്തുകൊണ്ട് വരുന്നതായതുകൊണ്ട് അതിനകത്ത് മണ്ണിൻ്റെ ടേസ്റ്റ് കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് കളയാനായിട്ട് ഉപ്പും വിനീഗറും കൂടെ ഇട്ടൊന്ന് കഴുകുന്നത് നന്നായിരിക്കും. നമ്മൾ ഇത് ചെയ്യുന്നതിന് മുന്നേ നമ്മളിപ്പോൾ ലോങ് സ്ലീവ് ഷർട്ടൊക്കെയാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ ഓരോ സമയം നമ്മളിങ്ങനെ പിടിച്ച് മേലോട്ട് വെക്കേണ്ടി വരും. അതിനൊരു എളുപ്പ മാർഗം കൂടിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഒരു ചെറിയ റബ്ബർ ബാൻഡ് എടുത്ത് കയ്യിലിട്ട് ഇതുപോലെ മേലോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ തന്നെ ഇരുന്നോളും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. പലപ്പോഴും ലോങ് സ്ലീവ് ടീഷർട്ടോ അല്ലെങ്കിൽ ഷർട്ടോ ഇട്ടിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാകും. പ്രത്യേകിച്ചും നമ്മുടെ തണുപ്പ് രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഇതൊരു നല്ലൊരു ടിപ്പാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ തോരൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. ഏത് ലീഫി വെജിറ്റബിൾസും ഇന്ന് നമ്മൾ തോരൻ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ലോങ് സ്ലീവ് ഷർട്ട്, ഇപ്പോൾ തണുപ്പ് രാജ്യങ്ങളിൽ ലോങ് സ്ലീവ് ഷർട്ട്, വെള്ള ഷർട്ടൊക്കെ ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ അവനവിടെ നിന്നോളും. അവൻ പിന്നെ താഴോട്ട് വരത്തില്ല. അപ്പോൾ ഒരു കാരണവശാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് മേലോട്ട് ചുരുട്ടി കേട്ടേണ്ടതില്ല. ഇതൊരു ടിപ്പാണ്, നോക്കിയോ. ഇനി തോരൻ ഉണ്ടാക്കുന്നത്, ഇതിപ്പം സിൽവർ ബീറ്റ് എന്ന് പറയുന്ന ഒരു വെജിറ്റബിളാണ്. ഞാനത് പറിക്കുന്നത് ഞാൻ ഇതിൻ്റെ വീഡിയോയിലൂടെ ഇട്ടേക്കാം. സിൽവർ ബീറ്റ് പ്രത്യേകിച്ചും തണുപ്പ് രാജ്യങ്ങളിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സിൽവർ ബീറ്റ് ഇതുപോലെ കട്ട് ചെയ്യുക, ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഒത്തിരി ചെറുതൊന്നും ആക്കണ്ട, കാരണം ലീഫല്ലേ അതിനകത്ത് കിടന്ന്. നിങ്ങൾ ഏത് സാധനവും കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും പുതുതായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ വേണ്ടേ കൈ ഇങ്ങനെ വെച്ചേക്കണം. ഇങ്ങനെ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ കയ്യിൽ കട്ട് പറ്റില്ല. ഓക്കെ, അത് ഉള്ളി അരിയുമ്പോഴാണെങ്കിലും ശരി, മുളക് അരിയുമ്പോഴാണെങ്കിലും ശരി, ക്യാരറ്റ് അരിയുമ്പോഴാണെങ്കിലും ശരി, എന്ത് ചെയ്യുമ്പോഴും ഈ ഒരു പിടി ഒക്കെ ചെറിയ ടിപ്പുകളാണ്. അരിഞ്ഞു കഴിഞ്ഞു, ഇത്രയൊക്കെ അരിഞ്ഞാൽ മതി. നമ്മുടെ ഈസി കുക്കിങ്ങാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം ഇത് ചിലരിങ്ങനെ കുരുകുരാന്നരിയും, അപ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് പോയി. മാത്രമല്ല അതിലെ ന്യൂട്രീഷ്യൻസ് എല്ലാം അത് കുക്ക് ചെയ്യുമ്പോൾ പുറത്തു പോവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. തോരൻ എപ്പോഴും വേണ്ടത് പച്ചമുളക്, വെളുത്തുള്ളി, സവാള, പിന്നെ ജീരകം, തേങ്ങ. ജീരകം, തേങ്ങ. ഇതിപ്പോൾ തേങ്ങ വിദേശത്തായതുകൊണ്ട് ഇങ്ങനെ ഡെസിക്കേറ്റഡ് കോക്കനട്ടായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ജീരകത്തിന് വേണ്ടത്. ഇത്രയും സംഭവങ്ങളാണ് തോരന് വേണ്ടത്, ജീരകത്തിനല്ല തോരൻ. ഗായ്സ്, നിങ്ങൾ ഏറ്റവും അധികം അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കില്ലാണ് കുക്കിങ്. കാരണം ഭക്ഷണം ഒരു മനുഷ്യൻ്റെ ഒരു അത്യാവശ്യ ഘടകമാണല്ലോ. എപ്പോഴും ഒരുപക്ഷെ നിങ്ങളെ പാർട്ട്ണറെ ഡിപ്പെൻഡ് ചെയ്തോ, നിങ്ങളെ റെസ്റ്റോറൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തോ ചിലപ്പോൾ നമുക്ക് നിൽക്കാൻ പറ്റില്ലെന്നിരിക്കും. കുക്കിംഗ് ഈസ് ദ ഈസിയസ്റ്റ് തിങ് ടു ഡു ഇൻ യുവർ ലൈഫ്. ഈസി, വെരി ഈസി. നിങ്ങൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. പിന്നെ നമ്മളെല്ലാം ബുദ്ധിയുള്ള ആൾക്കാരല്ലേ, അതുകൊണ്ട് ഇറ്റ്സ് വെരി ഈസി. ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്. ചില കോമ്പിനേഷൻസ് നമ്മൾ ഓർത്തിരുന്നാൽ മതി. ഇപ്പോൾ
തോരന് ജീരകവും വെളുത്തുള്ളിയും മസ്റ്റാണ്. അത് രണ്ടും ഉണ്ടെങ്കിൽ തോരന് ടേസ്റ്റ് വരുള്ളൂ. ജീരകവും വെളുത്തുള്ളി, ബാക്കിയെല്ലാം അതിൻ്റെ ടേസ്റ്റ് ആഡ് ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇതിപ്പോൾ കൈ ഇങ്ങനെ വെച്ച് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ കാണുന്ന രീതിയിലൊന്നും കുക്ക് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ഉണ്ടാക്കി തരുന്ന പോലെ അത്രയും ഭംഗിയായിട്ടൊന്നും ഉണ്ടാകണമല്ലോ. നമുക്ക് ഭക്ഷണം കഴിക്കണമല്ലോ, അത്രയേ ഉള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും താമസിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഇതറിയാമെങ്കിൽ വളരെ എളുപ്പമാണ്. കാരണം ഇപ്പോൾ ടൂൾസ് എല്ലാം എല്ലായിടും അവൈലബിളാണ്. അപ്പോൾ നമുക്ക് തോരനിലേക്ക് പോകാം. അപ്പോൾ കുക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ എക്സോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ വീട്ടിൽ മണം ഉണ്ടാകത്തില്ല. പലപ്പോഴും കുക്ക് ചെയ്യുമ്പം വീട് നിറയെ മണമായിരിക്കും, ഈ ഫുഡിൻ്റെ മണം. അതിൽ ഫിഷ് ഉണ്ടാക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. അതുണ്ടാകാതിരിക്കാനായിട്ട് കുക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ എക്സോസ്റ്റ് അങ്ങ് ഓൺ ചെയ്യുക. വിൻഡോസ് ഉണ്ടെങ്കിൽ ക്ലോസ് ചെയ്യുക. കാരണം വിൻഡോസ് തുറന്നു കിടന്നാൽ അതുവഴി ഒരു ബൈപ്പാസ് ഈ എയർ പോകാനുള്ളൊരു ഓൾട്ടർനേറ്റ് റൂട്ട് ഉണ്ടായിപ്പോകും. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ കുക്കിങ്ങിനുള്ള ഇവിടെ നിന്ന് വരുന്ന ഈ സ്റ്റൗവിൽ അല്ലെങ്കിൽ ഈ കുക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വരുന്ന മണം പോകത്തില്ല. അതുകൊണ്ട് എപ്പോഴും വിൻഡോസ് ക്ലോസ് ചെയ്തിരിക്കണം. ഇവിടെ വിൻഡോസ് ക്ലോസ് ചെയ്തിട്ട് എക്സോസ്റ്റ് ഇടാവും. എക്സോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യാവൂ. എക്സോസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വിൻഡോസ് തുറന്നിടുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ പാത്രം ചൂടാവുന്നുണ്ട്. ചീനിച്ചട്ടി ചൂടായി അതിലെ വെള്ളമെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം അല്പം എണ്ണ ഒഴിക്കുക. എണ്ണ എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് റൈസ് ബ്രാൻ ഓയിലാണ്. അതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓയിൽസ്, റൈസ് ബ്രാൻ ഓയിൽ. അതായത് നമ്മൾ അരിയിൽ നിന്നുണ്ടാക്കുന്ന ഓയിൽ. അപ്പോൾ എണ്ണ ചൂടായോ എന്നറിയാനായിട്ട് കടുകിടുക. കടുകിൻ്റെ ഫംഗ്ഷൻ അതാണ്. എണ്ണ ചൂടായോ എന്നറിയുക എന്നുള്ളതാണ് മെയിനായിട്ട് കടുകിൻ്റെ ഫംഗ്ഷൻ. എണ്ണ ചൂടാകുമ്പം കടുക് പൊട്ടും. നമുക്ക് ഇതിൻ്റെ സയൻസ് പഠിച്ചിരുന്നാലേ കുക്കിംഗ് വളരെ ഈസിയാണ്. ബട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ സയൻസ് ബിഹൈൻഡ് എവറി കുക്കിംഗ്. അപ്പോൾ കടുക് പൊട്ടുമ്പോൾ തന്നെ മുളക്, വറ്റൽ മുളക് 2-3 ഇട്ട് കൊടുക്കുക. വറ്റൽ മുളക് നല്ലൊരു ടേസ്റ്റ് വരും, ഒരു എരിയുള്ളൊരു ടേസ്റ്റ് വരും. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന വെളുത്തുള്ളി കൂടുതൽ ഇടുന്നത് കുഴപ്പമൊന്നുമില്ല. വെളുത്തുള്ളി നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഈ വെളുത്തുള്ളി ഒന്ന് മൂക്കുന്നത് നല്ലതാണ്. കാരണം അതിൻ്റെ പച്ചപ്പ് മാറുമ്പോഴത്തേക്ക് അത് നല്ലൊരു ഫ്ലേവർ വരും. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചാൽ മതി. ഇതില്ല കടുവറുക്കുന്ന പോലെ മൂപ്പിക്കുന്നതല്ല, ഈ ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ മൂപ്പിക്കണ്ട, വെറുതായിട്ട്. ഇനി ഉള്ളി ഇടുക. നമ്മുടെ വെളുത്തുള്ളിയുടെ മണം വരുന്ന ഉള്ളി ഇടുക. ഒന്ന് മൂക്കട്ടെ, കാരണം ഇല്ലെങ്കിൽ അതിൻ്റെ പച്ചപ്പ് കിടക്കും. ഒന്ന് ജസ്റ്റ് മൂത്താൽ മതി. ഇനി നമ്മൾ കഴുകി വെച്ചിരുന്ന തോരൻ ഇടുക. ഇല ഇടുക. തീ കൂട്ടി വയ്ക്കുക. ഇല ഇടുമ്പോൾ തീ കൂട്ടി വയ്ക്കണം. അതായത് നേരത്തെ പറഞ്ഞ കൈയുടെ സാധനം ഇപ്പോഴും അവിടെ ഇരിക്കൊണ്ട് കൈ മുന്നോട്ട് പോകത്തില്ല.
ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ജീരകം, മഞ്ഞപ്പൊടി, എല്ലാത്തിനും മഞ്ഞപ്പൊടി നല്ലതാണ്. മഞ്ഞപ്പൊടി പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും ഉണ്ടാക്കില്ലെങ്കിലും ഈ ഇടുന്ന സംഭവങ്ങളെല്ലാം ഒരു കോർഡിനേറ്ററാണ്. മഞ്ഞപ്പൊടി എന്ന് പറയുന്നത് കോർഡിനേറ്ററാണ്. സ്വല്പം മുളക് പൊടി, നമ്മളിത് ചെയ്യുന്നത് ഈസി കുക്കിംഗ് ആണ്. നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ടേസ്റ്റി കുക്കിംഗ് അല്ല, ഈസി ഹെൽത്തി കുക്കിംഗ് ആണ്. ഹെൽത്തിയാണ്. ഒരുപാട് ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുന്നതാണ് പൊതുവേ റെസ്റ്റോറൻറ്റുകളിൽ ടേസ്റ്റി ആയിട്ട് വരുന്നത്. ഇത് അതല്ല, നമ്മൾ ഹെൽത്തി കുക്കിംഗ് ആണ്. അല്ല, പീസുകളൊക്കെ വലിയ പീസുകളൊക്കെ അവസാനം ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസമായിരിക്കും. ചോറിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, മാറിപ്പോവല്ലേ. ഇതാ തേങ്ങ, ഡെസിക്കേറ്റഡ് തേങ്ങ അതുപോലെ തന്നെ ഇടുക. അപ്പോൾ കുക്കിങ്ങിൽ ഒന്നിൻ്റെയും ഗുണങ്ങൾ പോകുന്നതുമില്ല, എന്നാൽ എല്ലാ സാധനങ്ങളും ടേസ്റ്റി ആയിട്ടുണ്ടാകും. ഇനി ഉപ്പ്. അപ്പോൾ നമ്മൾ ഇട്ടത് വെളുത്തുള്ളി, പച്ചമുളക്, സവാള, ജീരകം, മഞ്ഞപ്പൊടി, അല്പം മുളക് പൊടി, തേങ്ങ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറയും. അതായത് തേങ്ങ പൊടിച്ചത് അല്ലെങ്കിൽ തേങ്ങ അരച്ചത്. ഇത് എല്ലാം കൂടെ അരച്ചുമിടാം. ഇതിപ്പോൾ ഞാൻ ഈസി ഹെൽത്തി കുക്കിംഗ് ആയതുകൊണ്ടാണ് അപ്പോൾ ഗൈസ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇടയ്ക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ, ഉപ്പും എല്ലാം ഓക്കെ ആണോ എന്ന് അറിയാനായിട്ട് ഇടയ്ക്കൊന്ന്. ഇപ്പോൾ ഫ്ലെയിം കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഇത് അപ്പോൾ ഏത് ഇലയും ഇതുപോലെ കറി വയ്ക്കാം. ഇലയെന്ന് പറഞ്ഞാൽ എഡിബിൾ ലീവ്സ്. അടച്ച് വെക്കുക. ഒരു 2 മിനിറ്റ് വേവട്ടെ. ഇലക്കറികൾക്കെല്ലാം വേണ്ട സാധനങ്ങൾ ഇതാണ്: ജീരകം, വെളുത്തുള്ളി, സവാള, മഞ്ഞപ്പൊടി, അല്പം മുളക് പൊടി, തേങ്ങ. ഇതാണ് തോരൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ ഇന്ന് ഇത്രയും മതി. ഞാൻ ഗായ്സ് കിച്ചണിൽ ബാലാവേണു. അപ്പോൾ സ്വല്പം നേരം കഴിഞ്ഞ് നമ്മളൊന്ന് നോക്കിയാൽ എല്ലാം വെന്തിരിക്കും. തോരനൊക്കെ ഒരുപാടിട്ട് വേവിച്ചുകളയല്ലോ. കാരണം ഇലകളൊന്നും ഇപ്പം പച്ചയ്ക്ക് കഴിക്കരുതെന്നാണ് പുതിയ ഒരു റെക്കമെൻഡേഷൻ. കാരണം പലതിലും പെസ്റ്റിസൈഡ് ഉണ്ടാവും, കെമിക്കൽസ് ഉണ്ടാവും. അപ്പോൾ പല ദൂഷ്യങ്ങളും ഈ കുക്കിംഗ് വഴി അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് ഗായ്സ് കിച്ചണിൽ തോരൻ എങ്ങനെ ഉണ്ടാക്കാം, ഇലത്തോരൻ വളരെ എളുപ്പത്തിൽ ഹെൽത്തിയായിട്ട് എങ്ങനെ ഉണ്ടാക്കാം. താങ്ക് യു. ഇതിപ്പോൾ റെഡിയായി കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിഭവങ്ങളുമായിട്ട് ഗായ്സ് കിച്ചണിൽ വരും. പ്രത്യേകിച്ച് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ആണുങ്ങൾക്ക് എങ്ങനെ ഈസി ആയിട്ട് കുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വസ്ഥമായിട്ട് നമുക്ക് ജീവിക്കണമെങ്കിൽ കുക്കിംഗ് അറിഞ്ഞിരിക്കണം.
ഒരൊറ്റ സ്കില്ല് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണ് കുക്കിംഗ്. അത് കുക്കിംഗാണ്.